ശാന്തിയുടെയും ഡൊമിനിക് അരുണിന്റെയും ലോക എന്നെ എക്സൈറ്റ് ചെയ്യിച്ചതും എന്നെ കുറച്ചുകൂടി ആ സിനിമയിൽ പിടിച്ചിരുത്തിയതുമായ ചില കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, വില്ലനാണ് എന്ന് അല്ലെങ്കിൽ മോശം ആളുകളാണ് എന്ന് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ അജണ്ട പറഞ്ഞു മാറ്റി നിർത്തിയ ചില ഘടകങ്ങളെ, മിത്തുകളെയാണ് ഇവിടെ നായക സങ്കല്പത്തേക്ക് ശാന്തി കൊണ്ടുവരുന്നത്, ശാന്തിയും ഡൊമിനിക് അരുണും കൊണ്ടുവരുന്നത്. ചാത്തനാണെങ്കിലും യക്ഷി കള്ളിയങ്കാട്ട് നീലിയാണെങ്കിലും അതിനോടനുബന്ധിച്ചു വരുന്ന മറ്റ് കഥാപാത്രങ്ങളാണെങ്കിലും ബ്രാഹ്മണിക്കൽ അജണ്ട മാറ്റി നിർത്തിയ ചില സങ്കല്പങ്ങളാണ്. അതായത് ആ സമയത്ത് വില്ലന്റെ സ്ഥാനത്തായിരുന്ന ആളുകളാണ് ഇന്ന് സൂപ്പർ ഹീറോസ് ആയിട്ട് മാറുന്നത്. അതാണ് ഈ സിനിമയ്ക്ക് കൈയടിക്കാൻ എന്നെ ഏറ്റവും അധികം പ്രേരിപ്പിച്ച ഒരു വലിയ ഘടകം. കാലം മാറുന്നതിനനുസരിച്ച് രാമനേക്കാൾ എന്തുകൊണ്ടും ബെറ്റർ രാവണനാണ് എന്ന ഒരു കൺസെപ്റ്റിലോട്ട് മണിരത്നം വരെ എത്തിയ ഒരു കാലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ, ഇത്തരത്തിൽ ദൈവങ്ങൾക്കും അപ്പുറത്തേക്ക് നമുക്ക് സൂപ്പർ ഹീറോസ് ആയിട്ട് പ്രതിഷ്ഠിക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള കഥാപാത്രങ്ങളാണെന്നുള്ളൊരു ധാരണയിലോട്ട് നമ്മൾ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ നമ്മുടെ ചിന്താഗതി എത്രത്തോളം മുകളിലേക്ക് വന്നിരിക്കുന്നു എന്നതിന്റെ വലിയൊരു ഉദാഹരണം തന്നെയാണ് ലോക എന്ന സിനിമയും അതിന്റെ കൃത്യമായിട്ടുള്ള സ്ക്രിപ്റ്റും. എല്ലാവരെക്കാളും ഈ സിനിമയിൽ ഞെട്ടിച്ചത് എല്ലാവരും പറയുന്നത് പോലെ തന്നെ കല്യാണി പ്രിയദർശൻ തന്നെയാണ്. തുടക്കം മുതലേ കല്യാണി കൊണ്ടുപോകുന്ന ഒരു മീറ്റർ ഓഫ് ആക്ടിങ് ഉണ്ട്. അത് അവസാനം വരെ കല്യാണി കീപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ആ കഥാപാത്രത്തിന് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് അവിടെ കറക്റ്റ് ആയിട്ട് കല്യാണി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അനുബന്ധമായിട്ട് വന്ന എല്ലാ ക്യാരക്ടേഴ്സും, ചന്തു സെലിംകുമാറൊക്കെ വളരെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. സെലിംകുമാറിനെ അനുസ്മരിക്കുന്ന തരത്തിൽ ഉള്ള ഒരു ആക്ടിങ് മെത്തേഡൊക്കെ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്, നന്നായിട്ടുണ്ട് അതൊക്കെ. പിന്നെ നിമിഷ് രവിയുടെ ക്യാമറയാണെങ്കിലും വളരെ ഭംഗിയായിട്ട് നിമിഷ് രവി കൈകാര്യം ചെയ്തിട്ടുണ്ട്. നല്ല വിഷ്വൽസ് ആയിരുന്നു, ഒരു രക്ഷയില്ലാത്ത വിഷ്വൽസ് ആയിരുന്നു. ഒരു സംതിങ് സ്പെഷ്യൽ ആണ് ലോക. ചന്ദ്രയുടെ കഥ പറയുന്ന ലോകയിലെ ചന്ദ്രയുടെ കുഞ്ഞ് കഥാപാത്രമായിട്ട് വന്ന, ചന്ദ്രയുടെ തുടക്കം കഥാപാത്രമായിട്ട് വരുന്ന ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. ആ സമയത്ത് നിമിഷ് രവി ഉപയോഗിച്ചിരിക്കുന്ന ക്യാമറ വിഷ്വൽസ് എന്താണെന്ന് വെച്ചാൽ അതിനെ ഭയങ്കര ഫോക്കസ് ചെയ്താണ് വിഷ്വൽസ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ഓടായിട്ട് ഫീൽ ചെയ്യുന്നില്ല. ഒരു വിഷ്വൽ നമ്മുടെ മനസ്സിലേക്ക് കറക്റ്റായിട്ട് പതിയണമെങ്കിൽ അത് നമുക്കത് റിയലായി നമുക്ക് ഒരു നിമിഷമെങ്കിലും അത് റിയൽ ആണെന്ന് തോന്നണം. ഇവിടെ ആ ഒരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ട് ലോക എന്ന സിനിമ. കാരണം ലോങ് ഷോട്ടുകളെക്കാൾ കൂടുതൽ ക്ലോസപ്പ് ഷോട്ടുകൾ കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി അത് കൺവിൻസ്ഡ് ആയി പോകുന്നുണ്ട്. ആ കുഞ്ഞിന്റെ ഫൈറ്റ് എല്ലാം ഭയങ്കര അടിപൊളിയായിട്ട് കൺവിൻസ് ആവുന്നുണ്ട്. മലയാളത്തിൽ ഇല്ലാത്ത, ബോളിവുഡ് പണ്ട് കാലം മുതൽക്കേ ആരംഭിച്ച ഒരു സൂപ്പർ ഹീറോ കൺസെപ്റ്റ് മലയാളം അടുത്തിടെ തുടങ്ങിയ ഒരു കൺസെപ്റ്റ് എന്തായാലും ലോക അതിനെ ഭംഗിയായിട്ട് തന്നെ ക്യാരി ഔട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നല്ല ഒരു കിടിലൻ രണ്ടാം ഭാഗം, അതായത് ചാത്തന്മാർ വരും എന്ന ഒരു കിടിലൻ രണ്ടാം ഭാഗം, ചാത്തന്മാർ വരിക തന്നെ വേണം. ചാത്തന്മാരൊക്കെ മുൻപോട്ട് വരുമ്പോഴേ നമ്മുടെ സോഷ്യലി നമ്മൾ കുറച്ചുകൂടി താഴേക്കിടയിലുള്ള മനുഷ്യരിലേക്കും അവരുടെ കൺസെപ്റ്റിലെ പ്രത്യേകതകളിലേക്കും നമ്മൾ ഇറങ്ങിച്ചെല്ലുള്ളൂ എനിക്ക് തോന്നുന്നത്. നമ്മളെല്ലാം കണ്ടു ശീലിച്ച ദൈവങ്ങൾക്കും അപ്പുറത്തേക്ക് സൂപ്പർ ഹീറോസ് ആകാൻ കഴിയുന്ന ചില ആളുകൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ചില കൺസെപ്റ്റുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് നല്ല ഒരു ചിന്താഗതിയാണ്. അതങ്ങനെ ഉയർന്നു വരുന്നത് നല്ല രസമുണ്ട് എന്തായാലും കണ്ടിരിക്കാനും കേട്ടിരിക്കാനും. എങ്ങനെയാണ് മിത്തും നിലനിൽക്കുന്ന കാലഘട്ടവും കൂടി ബ്ലെൻഡ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് നല്ലൊരു ധാരണ ശാന്തിക്കും ഡൊമിനിക് അരുണിനും ഉണ്ടായിരുന്നു. അതിന്റെ നല്ലൊരു റിസൾട്ടാണ് ലോക എന്ന് ഞാൻ പറയും. കാരണം എവിടെയും പല ക്യാരക്ടേഴ്സിനെയും റിവീൽ ചെയ്യുന്ന സമയത്ത് പോലും നമുക്ക് ഒരു തരത്തിലും അതിനെ അങ്ങോട്ട് ഓടായി ഫീൽ ചെയ്യുന്നില്ല, എവിടെയും നമ്മളെ മടുപ്പിക്കുന്നില്ല, എല്ലായിടത്തും നമ്മൾ എക്സൈറ്റ് ചെയ്യിക്കുന്നു. പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ വില്ലന്മാരായിട്ട് കരുതിയ ചില ക്യാരക്ടേഴ്സാണ് നമുക്ക് നായകരായിട്ട് കിട്ടുന്നത്, സൂപ്പർ ഹീറോസ് ആവുന്നത്, നമ്മുടെ രക്ഷകരായി മാറുന്നത്. അവിടെയാണ് ഈ സിനിമയുടെ പൊളിറ്റിക്കൽ ഒരു വശം ഞാൻ കാണുന്നത്. എന്തായാലും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന മേൽപ്പറഞ്ഞ എല്ലാ കൺസെപ്റ്റുകളും പുതിയ ചില ചിന്തകൾക്കും പുതിയ ചില തോട്ടുകൾക്കും പുതിയ കഥകൾക്കും ഒക്കെ കാരണമാകുന്നതിൽ വലിയ സന്തോഷമുണ്ട്. എന്തായാലും ലോക എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക, കണ്ടറിയുക.